ഹലോ എവ്രി വൺ, ഞാനിന്നൊരു ജെൻഡർ റിവീൽ പാർട്ടിക്ക് പോവാണ് കേട്ടോ. ഇതെൻ്റെ ഫസ്റ്റ് ജെൻഡർ റിവീൽ പാർട്ടിയാണ്. ആൻഡ് ഐ വിഷ് ദിസ് ടു ബി എ ബോയ്. ഞാൻ പിങ്കാണ് ഇട്ടിരിക്കുന്നതെങ്കിലും ഞാൻ ബോയ് ടീമാണ്. എൻ്റെ മുടി കെട്ടുന്നതാണ് ഏറ്റവും വലിയ ടാസ്ക്. തിരിച്ചും മറിച്ചും സ്ട്രെയിറ്റ് ചെയ്തും കേൾ ചെയ്തും ഒക്കെ ഞാൻ നോക്കും എങ്ങനെ എൻ്റെ മുഖം ഇതിനകത്ത് വൃത്തിയുണ്ടോ അങ്ങനെ ഞാൻ ഇറങ്ങും. ഇത് സ്ട്രെയിറ്റ് ഫ്രം നൈറ്റ് ഷിഫ്റ്റ് ആണ് കേട്ടോ. ഞാൻ ഉറങ്ങിയിട്ടില്ല ഇന്നലത്തെ ഷിഫ്റ്റ് കഴിഞ്ഞിട്ട്. 3 കീ ഉണ്ടായിരുന്നു. ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ അവസ്ഥ. എവിടോട്ട് ഇറങ്ങിയാലും ഇങ്ങനെ ഒരു നടയടി പോലത്തെ ഒരു സെറ്റപ്പാണ്. ഒരു വഴക്കും ഒരു ചീത്ത പറച്ചിലും ഉറപ്പുള്ളതാണ്. ആൻഡ് ദിസ് ഈസ് അവർ മോം ടു ബി. ലുക്ക് അറ്റ് ഹർ, ഹൗ ബ്യൂട്ടിഫുൾ ഷീ ഈസ്. ഭയങ്കര കോൺഷ്യസ് ആയിരുന്നു എങ്ങനെ ഉണ്ടാവും ഇതൊക്കെ ഇടുമ്പോഴെന്ന്. പക്ഷേ ഷീ വാസ് സോ സ്റ്റണിങ്. ആൻഡ് ഇതായിരുന്നു നമ്മുടെ ഒരു ജെൻഡർ റിവീൽ സെറ്റപ്പ്. ഇവിടെ എല്ലാവരും കുറച്ച് ഗെയിംസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാവരും പ്രെഡിക്റ്റ് ചെയ്യുന്നതാണ് ഏത് ബേബിയാണ്, ബേബി ബോയ് ആണോ ബേബി ഗേൾ ആണെന്ന്. ചേട്ടൻ്റെ ഓട്ടം കണ്ട ചേട്ടൻ ഇതിനകത്തൊന്നും ഉൾപ്പെടാത്തത് പോലാണ്. എനിവേ നമ്മൾ കുറച്ച് ബേബി ഗെയിംസൊക്കെ സജസ്റ്റ് ചെയ്തു, ഡിഫറെൻറ്റ് ഗെയിംസ് കളിച്ചു. ആൻഡ് ഡയപ്പർ പോങ്, പിന്നെ ഡയപ്പർ കെട്ടിക്കൊടുക്കുന്ന ഗെയിം ഉണ്ടായിരുന്നു. ഓരോരുത്തരുടെ ഇഷ്ടങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതുണ്ടായിരുന്നു. ആൻഡ് ഇവർ ഡയപ്പർ കെട്ടി ആര് വിൻ ചെയ്യും എന്ന് നോക്കാണ്. എന്തായാലും കല്യാണം കഴിച്ച ഒരു ടീം തന്നെയാണ് ജയിച്ചത്. കാരണം അവർക്കായിരിക്കുമല്ലോ കൂടുതലായിട്ട് ഒരു പ്രാക്ടീസ് ഉള്ളത്. ഇത് ഒരു 2 ഡമ്മി റിവീൽ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു പൊട്ടാത്ത ബലൂൺ. എൻ്റെ പടച്ചോനെ, എത്ര തവണ ഈ ബലൂൺ അങ്ങോട്ടും ഇങ്ങോട്ടും പൊട്ടാക്കാൻ നോക്കിയിട്ടുണ്ടെന്ന് അറിയത്തില്ല. ലാസ്റ്റ് ഇറച്ചി വെട്ടുന്ന കത്തി വരെ എടുക്കേണ്ടി വന്നു അതൊന്ന് പൊട്ടാൻ. ആൻഡ് ഫൈനലി ഇതായിരുന്നു നമ്മുടെ റിവീല്. അത് താഴെ പോയതല്ല, അടുത്തത്. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണാൻ വേണ്ടിയിട്ടാണോ ഞങ്ങൾ ഇത്രയും നേരം ഇരുന്നതെന്ന്. പക്ഷേ ഇത് അപ്പൻ്റെയും അമ്മയുടെയും ഒരു സജഷൻ പ്രകാരമായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.